തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം ഒന്നാകെ. ഓരോ സ്ഥാനാർത്ഥിയും അവരുടെ പ്രചരണത്തിനായി കാത്തുവച്ചിരിക്കുന്നത് പുതിയ മാർഗങ്ങളാണ്. കേരളത്തിലെ CPI സ്ഥാനാർത്ഥികൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് അവരുടെ പാർട്ടി സെക്രട്ടറി എഴുതിയ പാട്ടിനെയാണ്. രാഷ്ട്രീയ തിരക്കിനിടയിലും തങ്ങളുടെ സ്ഥാനാർത്ഥിക്കായി പാട്ടെഴുതിയ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിനൊപ്പമാണ് നമ്മളിപ്പോൾ. അദ്ദേഹത്തിൻ്റെ പാട്ടുവിശേഷം കേൾക്കാം. അറിവാളും കതിരുമാണെൻ്റെ ചിഹ്നം, അഭിമാനമോടെ നാം ആർത്തു ചൊല്ലും. അഴലിൻ്റെ ആഴത്തിൽ ആണ്ടുപോകാതെ നാം ഇടതുപക്ഷത്തിൻ്റെ കൊടി ഉയർത്തും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനോട് ഇടപിരിഞ്ഞു കിടക്കുന്നതാണ് പാട്ടെഴുത്തും. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ കവിതകളുടെ വഴിയിൽ സഞ്ചരിച്ചു തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഇന്നുമുണ്ട് ആദ്യ കവിതയും പ്രതിപാദിച്ചിരിക്കുന്ന വിഷയവും. യുദ്ധത്തിൻ്റെ തമസ്സയെ പോവുക, മണ്ണിൽ ജീവിത വട്ടം വളരാൻ എന്നൊരു പാട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എഴുതിയതാണ്. അതിലെ തീം ഇതാ, യുദ്ധവിരുദ്ധതയായിരുന്നു, സമാധാനത്തിൻ്റെ അതാണ്. യുദ്ധത്തിൻ്റെ തമസ്സയെ പോവുക, മണ്ണിൽ ജീവിത വട്ടം പടരാൻ, തമസോമ ജ്യോതിർഗമയ എന്ന ആശയത്തെയാണ് എക്സ്പാൻഡ് ചെയ്തത്. അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഒരു രാഷ്ട്രീയ പാട്ട്. പിന്നെ എല്ലായ്പ്പോഴും എഴുതിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അന്നത്തേക്കുള്ള എല്ലാ സമരകാലത്തും AISFൻ്റെയും AIYFൻ്റെയും എല്ലാ സമരങ്ങളിലും ഒരു പാട്ടുണ്ടാകും. എല്ലാ സമ്മേളനങ്ങളിലും ഒരു പാട്ടുണ്ടാകും. പിന്നെ ആണ് ഇലക്ഷൻ വരുമ്പോഴേക്കും ഒരു പാട്ടുന്ന ഒരു ശീലമായത്. ഒരുപാട് നിർബന്ധം. പാട്ടിനെക്കുറിച്ചും ചിഹ്നത്തെക്കുറിച്ചും പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉയർന്നു വന്ന പഴയകാല ഓർമ്മകളും ആ വാക്കുകളിൽ നിറഞ്ഞു. പാട്ടിന്റെ ആദ്യ വരികളിൽ തന്നെ പാർട്ടി ചിഹ്നം ഉൾപ്പെട്ടതിനാൽ ഇടതുപക്ഷത്തിനൊന്നാകെ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു ഗാനം. ഇപ്പോൾ ആ ചിന്തയിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ബന്ധമുണ്ട് ആ ചിഹ്നമായിട്ട്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മ 67 ഇലക്ഷനാണെന്ന്, 67 സപ്തകക്ഷി മുന്നണി അന്ന് അധികാരത്തിൽ വന്നു. അതിൻ്റെ ഇലക്ഷൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 67 എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്ന് എത്ര വയസ്സാണ്? 12 വയസ്സ്. ഞാൻ 12 വയസ്സിലപ്പോൾ എത്ര ക്ലാസ്സിൽ? 5ാം ക്ലാസ്സിൽ 1 വയസ്സാകുമ്പോഴത്തേക്ക് 6ാം ക്ലാസ്സിൽ വെച്ച് പഠിക്കുമ്പോഴത്തേക്കുമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ആ ചിഹ്നം ഞാൻ വരച്ചിട്ടുണ്ട്. വികൃതമായിട്ടാണെങ്കിലും, ഭംഗിയൊന്നും ഇല്ലെങ്കിലും വരയ്ക്കുന്ന സഹാക്കളുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. മതിലിൽ വെള്ളയടിച്ചിട്ട് ഇങ്ങനെ ചിഹ്നം വരച്ചിട്ടുണ്ട്. അന്ന് മുതലേ ആ ചിഹ്നം മനസ്സിലുണ്ട്. ഇത്തവണ ഞാൻ വീണ്ടും ഒരു പാട്ട് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പാട്ടിൽ പരിമിതിയുണ്ട്. ഒരു ചിഹ്നം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ LDFനെ പറ്റി പൊതുവിൽ പറയുന്നൊരു പാട്ട് വേണമെന്ന് എൻ്റെ മനസ്സിങ്ങനെ നിർബന്ധിക്കുവാണ്. ഇത്തവണത്തെ രാജ്യം നേരിടുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനുള്ള അവസാന ശ്രമമാണ്. അതിനായുള്ള പ്രചാരണ തന്ത്രങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് CPI സംസ്ഥാന സെക്രട്ടറി. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ ഇടതുപക്ഷത്തിനൊന്നാകെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഗാനം. ബിനോയ് വിശ്വം ഇനി അതിൻ്റെ പണിപ്പുരയിലാകും. ആ ഗാനം ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് വേണ്ടി കൂടിയുള്ളതാവും. സിന്ധുരി വിജയൻ, കേരള ന്യൂസ്.